बिभ्रति दुर्गाणि विश्वानावेव सिन्धुं दुरिताद्यग्निः तामग्निवर्णां तपसा ज्वलन्तीं भैरोचनीं कर्मफलेषु जुष्टाम् दुर्गां देवीं शरणमहं प्रपद्ये सुतरसि तरसे नमः अग्ने त्वं पारयानव्यो अस्मान् स्वस्तिभिरति दुर्गाणि विश्वा पूष्य पृथ्वी बहुला न उर्वी भवातोकायतनयाय शम्योः विश्वानि नो दुर्गः जातवेदः सिन्धुन्न नावादुरिदातिवर्षि अग्ने अत्रिवन्मनसा गृहाणोऽस्माकं बोध्यविदातनूनाम् कृतराजितगुं सहमानमुग्रमग्निगुं भुवेम परमात् सदस्तात् स नः पश्यदति दुर्गाणि विश्वाक्षामद्देवो अतिदुरिताद्यग्निः रत्नोषिकमेभ्यो अध्वरेषु सना च होतानव्यश्च सत्सि स्वाञ्चाग्ने तनुवं विप्रयस्वास्मभ्यं च सौभगमायजस्व गोभिर्जुष्टमयुजो निषिक्तं तवेन्द्र विष्णोरनुसञ्चरेम नाकस्य पृष्ठमभिसंवसानो वैष्णवीं लोकहिममानयन्ताम् ॐ कात्यायनाय विद्महे कन्याकुमारि धीमहि तन्नो दुर्गे प्रचोदयात् ॐ शान्ति शान्ति शान्तिः ಅತ್ಯಂತ ವಿಶೇಷವಾದಂತಹ ಚಂಡಿಕಾ ಯಾಗವನ್ನು ಈ ಶರನ್ನವರಾತ್ರಿ ಮಹೋತ್ಸವದ ಶುಭ ಸಂದರ್ಭದಲ್ಲಿ ಪೀಠದ ಈ ಒಂದು ಮಠದ ಪೀಠಾಧ್ಯಕ್ಷರಾದ ಶ್ರೀ ಮುರಳೀಕೃಷ್ಣ ಸ್ವಾಮೀಜಿಯವರ ಅನುಗ್ರಹ ಆಶೀರ್ವಾದದಂತೆ ಭಕ್ತಾದಿಗಳ ಸಹಕಾರದೊಂದಿಗೆ ಲೋಕ ಕಲ್ಯಾಣಾರ್ಥವಾಗಿ ನಡೆದಿದೆ. ನಾವು ಶೃಂಗೇರಿ ಶಾರದಾ ಪೀಠದಲ್ಲಿ ಅಧ್ಯಯನ ಮಾಡಿ ಈ ಮಂತ್ರಗಳನ್ನೆಲ್ಲ ಅಧ್ಯಯನ ಮಾಡಿ ಕರ್ನಾಟಕದಿಂದ ಇಲ್ಲಿ ಬಂದು ಈ ಒಂದು ದೇವಿಯ ಸೇವೆಯನ್ನು ಮಾಡ್ತಾ ಇದ್ದೇವೆ. ನಾನು ಕೇರಳದಲ್ಲಿ 3 ವರ್ಷ ವೇದವನ್ನು ಅಧ್ಯಯನ ಮಾಡಿದ್ದೆ. ಕಾಲಡಿ ಶಂಕರಾಚಾರ್ಯ ಜನ್ಮಸ್ಥಾನವಾದ ಕಾಲಡಿಯಲ್ಲಿ 3 ವರ್ಷ ಆಯಿತು. 3 ಸಾಲ അവിടെ ഉണ്ടായിരുന്നു. മലയാളം മനസ്സിലാവും, പക്ഷേ ಸರಿಯಾಗಿ ಬರಲಿಕ್ಕೆ ಇಂದ ದೇವಿಯ ಅವತಾರ ಎಲ್ಲ ಶಕ್ತಿಗಳ ಸಂಮಿಲನವೇ ಇಂದ ಚಂಡಿಕಾ ಶಕ್ತಿಯ ಅವತಾರ. ಬ್ರಹ್ಮ ವಿಷ್ಣು ಮಹೇಶ್ವರ ಇಂದ್ರಾದಿ ದಿಕ್ಪಾಲಕರು ಎಲ್ಲ ದೇವತೆಗಳ ಶಕ್ತಿ ಸಂಮಿಲನಗೊಂಡಿದೆ ಚಂಡಿಕಾ ಪರಮೇಶ್ವರಿ. ಈ ಸಪ್ತಶತಿ ಅಂತ ಕರೀತಾರೆ. 700 ಶ್ಲೋಕಗಳು.
അപ്പോൾ നമ്മളുടെ പൂർവ്വജന്മ സുഹൃതം കൊണ്ട് നമ്മൾക്ക് ഇന്നത്തെ ദിവസം ഇങ്ങനെയൊരു മഹത്തായ യജ്ഞത്തിൽ പങ്കെടുക്കാൻ സാധിച്ചു. നമ്മൾ പങ്കെടുത്താൽ മതി. ഒരു വലിയൊരു യജ്ഞം നടക്കുന്ന സമയത്ത് ആ യജ്ഞത്തിൽ ആരെല്ലാമാണോ സംഗമിക്കുന്നത് അതൊക്കെ ദേവതകളാവുന്നു എന്നാണ് വേദങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ദേവതകൾക്ക് മാത്രമേ യജ്ഞങ്ങളിലും യാഗങ്ങളിലൊക്കെ പങ്കെടുക്കാനുള്ളതായ യോഗം ഭാഗ്യം ഒക്കെ സിദ്ധിക്കുള്ളൂ. അപ്പം നമ്മളിലുള്ളതായ ഈശ്വരാംശമാണ്, നമ്മളൊക്കെ ഈശ്വരൻ്റെ അംശങ്ങളാണ്, ഈശ്വരാംശമാണ് നമ്മളൊക്കെ. ആ ഈശ്വരാംശമാണ് നമ്മളിവിടെ എത്തിച്ചിട്ടുള്ളത്. നമ്മുടെ ചിന്തയിലും നമ്മളുടെ വാക്കുകളിലും നമ്മളുടെ പ്രവൃത്തികളിലൊക്കെ ഈശ്വരൻ തന്നെയാണ് നിറഞ്ഞു നിൽക്കുന്നത് അല്ലേ? യജ്ഞം എന്ന് പറഞ്ഞാൽ തന്നെ നല്ല ചിന്തകളും നല്ല നാമങ്ങളും നല്ല കർമ്മങ്ങളുമാണ് യജ്ഞം. നമ്മൾ അമ്മയെ ധ്യാനിക്കുന്നു, അമ്മയെ ചിന്തിക്കുന്നു. ആ ചിന്തിക്കുന്നത് നമ്മളിൽ പ്രകാശിക്കുന്നു. നമ്മൾ ചിന്തിക്കുന്നതാണ് നമ്മളിൽ പ്രകാശിക്കുക. ശബരിമലയിലിരിക്കുന്ന അയ്യപ്പസ്വാമിയെ ചിന്തിക്കൂ, അയ്യപ്പസ്വാമി നമ്മളിൽ പ്രകാശിക്കും. നമ്മൾ ശബരിമലയിലേക്ക് പോകേണ്ട ആവശ്യമില്ല, ചിന്തിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ പ്രകാശിക്കും. അപ്പോൾ ഇപ്പം നമ്മൾ അമ്മയെ ചിന്തിക്കുകയാണ്, അമ്മ നമ്മളിൽ പ്രകാശിക്കുന്നു. അമ്മ നമ്മളിൽ പ്രകാശിക്കുമ്പോൾ അമ്മയുടെ സിദ്ധിയൊക്കെ നമുക്ക് വരുന്നു. അമ്മയിൽ ധാരാളം സിദ്ധികളുണ്ട്. സർവസിദ്ധിപ്രദായിനിയാണ് അമ്മ. എല്ലാ സിദ്ധികളുടെയും അടിസ്ഥാനമാണ് ദേവി. എല്ലാ കലകളുടെയും അടിസ്ഥാനമാണ് ദേവി. നമ്മളിൽ എന്തൊക്കെ കലകൾ അടങ്ങിയിട്ടുണ്ടോ അതിൻ്റെയൊക്കെ ആധാരം അമ്മയാണ്. നമ്മളിൽ എന്തൊക്കെ സിദ്ധികളുണ്ടോ അതിൻ്റെയൊക്കെ ആധാരം അമ്മയാണ്. അപ്പോൾ എല്ലാ സിദ്ധികളുടെയും അടിസ്ഥാനമാണ് അമ്മ. അപ്പോൾ ആ അമ്മയെ ചിന്തിച്ചുകൊണ്ട് അമ്മയായി തീരുന്നു നമ്മൾ. എന്നിട്ട് ആ അമ്മയെ നമ്മൾ പാടിപ്പുകഴ്ത്തുന്നു, അമ്മയുടെ നാമങ്ങൾ ചൊല്ലുന്നു. അമ്മയായിട്ട് വേണം അമ്മയുടെ നാമങ്ങൾ ചൊല്ലാൻ. അപ്പം അമ്മ എന്ന് നമ്മൾ വിളിക്കുന്നുണ്ടെങ്കിൽ നമ്മളവിടെ അമ്മയായി തീരണം. എന്നിട്ട് അമ്മ എന്ന് വിളിക്കണം. അപ്പോഴാണ് അമ്മ വേഗം വിളി കേൾക്കുക, നമ്മുടെ ഉള്ളിൽ പ്രകാശിക്കുക. അപ്പോൾ അമ്മ എന്ന് വിളിക്കുമ്പോൾ ആ അമ്മ നമ്മുടെ ഉള്ളിൽ പ്രകാശിക്കുന്നു. അത് പുറത്തേക്ക് ആ ഭാവങ്ങളൊക്കെ പ്രകടമാവുന്നു. അതാണ് ഈശ്വരോപാസനയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഈശ്വരൻ്റെ സ്വഭാവങ്ങളൊക്കെ നമ്മളിൽ നിന്ന് പുറത്തേക്ക് വരാൻ തുടങ്ങും. ധാരാളം ഉപാസനകളൊക്കെ ചെയ്തവരെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അവരിൽ നിന്നുണ്ടാവുന്ന ഓരോ ഭാവങ്ങളും ഈശ്വരീയമായ ഭാവങ്ങളായിരിക്കും. ഈശ്വരീയമായ ഭാവം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ പ്രയാസത്തിൽ, മറ്റുള്ളവരനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായ പ്രയാസങ്ങളിൽ നിന്ന് അവരെ സംരക്ഷിച്ച് അവരെ നല്ല മാർഗത്തിലേക്ക് നയിക്കുന്നതാണ് ഈശ്വരൻ. അപ്പം നമ്മളൊക്കെ മറ്റുള്ളവരെ സഹായിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ ധാരാളം ഈശ്വരാനുഗ്രഹം ഉണ്ടാവണം. അപ്പോൾ മാത്രമേ നമുക്ക് നടക്കുള്ളൂ. നമ്മൾക്ക് ആഗ്രഹം ഉണ്ടാവും, കുടുംബത്തിനെ നോക്കണം, കുട്ടികളെ നോക്കണം അല്ലേ, കുടുംബക്കാരെയൊക്കെ നോക്കണം, അതുപോലെ കർമ്മം നോക്കണം, എല്ലാം നോക്കണം, ആഗ്രഹമുണ്ട്. ചിലപ്പോൾ നമുക്ക് സാധിക്കണില്ല. എന്തുകൊണ്ടാണ് സാധിക്കാത്തത്? അത് സാധിപ്പിക്കാനുള്ളതായ ശക്തി നമ്മളിൽ ഇല്ലാഞ്ഞിട്ടാണ്. അപ്പോൾ ആ ശക്തി നമ്മളിലുണ്ടെങ്കിൽ മാത്രമേ നമുക്കതൊക്കെ സാധിക്കൂ അല്ലേ? നമ്മളുടേതായ ജീവിതത്തിലേക്ക് വേണ്ടതായ ആ വലിയ ഊർജം സമ്പാദിക്കാൻ വേണ്ടതായ വഴികളിലൂടെ നമ്മൾ സഞ്ചരിക്കുക. ഇങ്ങനെയുള്ളതായ മഹത്തായ യജ്ഞങ്ങളും യാഗങ്ങളൊക്കെ എവിടെ നടക്കുന്നുണ്ടെങ്കിലും അവിടെ നമ്മൾ എത്താൻ ശ്രമിക്കുക. എന്നിട്ട് അതിനെ നമ്മൾ ഉള്ളിലേക്ക് ആകർഷിക്കാൻ ശ്രമിക്കുക. നമ്മൾ അതായി തീരുക. ഈ യജ്ഞത്തിലുള്ള അഗ്നിയായിട്ട് നമ്മൾ മാറണം. ഓം ശരവണ ഭവ. ഓം ശരവണ. पद्म
श्रीगुरुपादुकाभ्याम् कवित्ववाराशि निशाकराभ्याम् गौर्भाग्यदावाम् बुधमालिकाभ्याम् दूरीकृतानम्र विपत्तिदाभ्याम् नमो नमः श्रीगुरुपादुकाभ्याम् नताययो श्रीपतितां समीयुः कदाचिदभ्याश दरिद्रवर्याः मूकाश्च वाचस् पतितां हिताभ्याम् नमो नमः श्रीगुरुपादुकाभ्याम् नालीकनिकाश पदाहृदाभ्याम् नानाविमोहादि निवारिकाभ्याम् नमज्जनाभीष्ट ततिप्रदाभ्याम् नमो नमः श्रीगुरुपादुकाभ्याम् कृपालिमौलि व्रजरत्नकान्ति सरिद्विराज जशकन्यकाभ्याम् नृपध्वदाभ्याम् नतलोकपङ्क्तेः नमो नमः श्रीगुरुपादुकाभ्याम् साई राम साई श्याम साई भगवान
सच्चिदानंद सद्गुरु साईनाथ महाराज की जय। श्री सच्चिदानंद सद्गुरु साईनाथ महाराज की जय। गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुः साक्षात् परब्रह्म तस्मै श्री गुरवे नमः। सद्गुरु साईनाथ देवताभ्यो नमः। सकलोपचारार्थे गन्धाक्षतपुष्पैः सम्पूज्य अथ धूपः वनस्पतिरसोद्भूतो गन्धाढ्यो गन्धमोत्तमः आह्रेयः सर्वदेवानां धूपोऽयं प्रतिगृह्यताम्। धूपं समर्पयामि दीपं दर्शयामि साज्यं च वर्ति संयुक्तं वह्निना योजितं मया। दीपं गृहाण देवेश त्रैलोक्यतिरोपः दीपं समर्पयामि दीपानान्तर्नैवेद्यं चतुष्कोणमण्डलं कृत्वा तदुपरि नैवेद्यपात्रं निधाय गायत्रीमन्त्रेण पात्राणि प्रोक्षयेत्। नैवेद्यं निवेदयामि नाभ्या आसेदन्तरिक्षग्नुषेरश्नोर्द्यौः समवर्तत पदभ्यां भूम्यदेशः श्रोत्रा तथा लोकान् आकल्पयन् धेनुमुद्रां प्रदर्शयेत्। ॐ प्राणाय स्वाहा ॐ अपानाय स्वाहा ॐ शुद्धाय निर्मलाय प्रसन्नाय श्री दक्षिणामूर्तये नमः। शिवं शिवगरं शान्तं शिवात्मानं शिवोत्तमं शिवमार्गप्रणेतारं प्रणतोऽस्मि सदा शिवम्। पाशाङ्कुशाविषसरसाभाणो करवकन्दिमरुणां सुगाढ्याम् उत्यात्पादं गविरजीं मनोज्ञां श्रीपार्वतीयों रत्नजितां प्रणौमि। सर्वमङ्गलमङ्गल्ये शिवे सर्वार्थसाधिके शरण्ये त्र्यम्बके गौरी नारायणी नमोस्तुते। ॐ शक्ति 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 ॐ
ശക്തി ഓം ഓം ശക്തി ഓം ശക്തി ഓം ശക്തി ഓം ഓം ശക്തി ഓം ശക്തി ഓം ശക്തി ഓം ശരവണഭവ ശ്രീ ശ്രീ ശ്രീത്വം ഗുരുത്വം മഹത്വം ഇതൊക്കെ നമ്മളിൽ നിറഞ്ഞു നിൽക്കണം. നല്ല ഗുരുത്വം വേണം നമുക്ക്. എന്തൊന്നാണോ നമ്മൾ അറിയാൻ ആഗ്രഹിക്കുന്നത്, അതാരാണോ നമുക്ക് അറിയിപ്പിക്കുന്നത്, അവരെ അറിയുവാനുള്ളതായ ഗുരുത്വം നമുക്ക് വേണം. അതിനെ നമ്മൾ അറിയണം അല്ലേ? നമ്മൾക്കറിയാത്തതൊക്കെ നമ്മൾ അന്വേഷിക്കുകയാണ്. അപ്പോൾ ആരാണോ നമുക്കത് അറിയിപ്പിക്കുന്നത് അവിടുത്തെ നമ്മൾ അറിയണം. ഗുരുത്വം അല്ലേ? ശ്രീത്വം. അറിഞ്ഞതൊക്കെ അളന്ന് നമ്മൾ പ്രയോഗിക്കണം. എല്ലാം അറിയാം, പക്ഷെ കളവുണ്ടാവണത്രേ അല്ലേ? എല്ലാം നമുക്കറിയാം, പാചകം ചെയ്യാനൊക്കെ നന്നായിട്ട് അറിയാം, പക്ഷേ കളന്നിട്ടാവണം, എന്നാലേ സ്വാദുണ്ടാവും അല്ലേ? അളവില്ലാണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്താൽ അതിനൊന്നും ഒരു സ്വാദുണ്ടാവില്ല അല്ലേ? ഉപ്പിടുന്നത് ശരിയാവണം അല്ലേ? മുളകിടുന്നത് ശരിയാവണം, മഞ്ഞളിടുന്നത് ശരിയാവണം അല്ലേ? പുളി പാരുന്നത് ശരിയാവണം. ഇതൊക്കെ ശരിയായാൽ മാത്രമേ എന്തുണ്ടാവൂ? കഴിക്കുന്നിടത്ത് സ്വാദുണ്ടാവും അല്ലേ? അപ്പം നമ്മളുടെ കർമ്മങ്ങളൊക്കെ തന്നെയാണ് ശ്രീത്വം. നല്ല ശ്രീത്വം ഉണ്ടാവണം നമ്മുടെ കർമ്മത്തിൽ അല്ലേ? നല്ല ശ്രീത്വം ഉണ്ടാവണം. ഇപ്പം നമ്മുടെയൊക്കെ വീട്ടിലേക്ക് ഒരാൾ കയറി വരുമ്പോൾ നല്ല ശ്രീത്വം ഉണ്ട് കേട്ടോ വീട്ടിലെന്ന് പറയില്ലേ? എന്താ കാരണം? ആ വീട് നമ്മൾ വൃത്തിയാക്കി വെച്ചതുകൊണ്ടാണ്. മുറ്റമൊക്കെ അടിച്ചു വാരി ചാണകമൊക്കെ മെഴുകി അല്ലേ? ചപ്പ് കുപ്പകളൊക്കെ എടുത്ത് ദൂരത്തേക്ക് എറിഞ്ഞ് ആ വീട്ടിൻ്റെ മുറ്റത്ത് ഒരു നിലവിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തൊരു ഭംഗിയാണ് ആ വീട്ടിലേക്ക് നോക്കുമ്പോൾ അല്ലേ? സന്ധ്യാസമയത്ത് നമ്മൾ ആ വീടിൻ്റെ മുന്നിലേക്ക് ഒരു വിളക്ക് കാണിച്ചാൽ ആ വിളക്ക് കാണുന്നവരൊക്കെ നമ്മളുടെ വീടിനെ തൊഴുകും അല്ലേ? ആ വിളക്ക് കത്തുന്നോടത്തേക്ക് ഒന്ന് തൊട്ട് നിറകിൽ വയ്ക്കും അല്ലേ? അപ്പം നമ്മളൊക്കെ ബസ്സിലൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ കണ്ടിട്ടില്ലേ? എവിടെയെങ്കിലുമൊക്കെ ദീപം കണ്ടാലേ വേഗം നമ്മളൊന്ന് തൊട്ട് നിറകിൽ വയ്ക്കും അല്ലേ? അപ്പം അതെവിടേക്കാണ് ആ ശ്രീത്വം വരുന്നത്? ആ വിളക്ക് കത്തുന്നോടത്തേക്കാണ്. അപ്പം നമ്മളൊക്കെ എപ്പോഴും പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ദീപങ്ങളായി മാറണം. അപ്പം നമ്മുടെ വീട് തന്നെയാണ്, അല്ലെങ്കിൽ നമ്മുടെ കുടുംബം തന്നെയാണ് ഏറ്റവും വലിയ ശ്രീത്വം. അതെപ്പോഴും നമ്മൾ ശ്രീത്വത്തിൽ തന്നെ വെക്കണം. അഴുക്കാവാതെ നോക്കുക അല്ലേ? അഴുക്കാവാതെ നോക്കണം. അഴുക്കായാലാണ് അവിടെ ആര് വരിക? കാളി വരും. ആക്കിയവരെയും വെറുതെ വിടില്ല, അഴുക്കുള്ളോടും വെറുതെ വിടില്ല. കാളി ഒന്നങ്ങോട്ട് താണ്ടവാടും, പിന്നൊക്കെ ശരിയാവും അല്ലേ? നമുക്കും സത്യത്തിൽ നമ്മൾ വൃത്തിയാക്കി വെച്ചോടൊക്കെ കുട്ടികൾ കുപ്പയാക്കി കഴിഞ്ഞാൽ നമുക്ക് ഉള്ളുന്നൊരു കാളി വരും അല്ലേ? അല്ലേ? ശരിയല്ലേ? അപ്പോൾ കാളി എവിടെ നിന്നാണ് വരുന്നത് അല്ലേ? നമ്മളിങ്ങനെ വൃത്തിയാക്കും. കുട്ടികൾ അവിടേക്ക് ഇങ്ങനെ മണ്ണ് വാരിയിട്ടാൽ നമുക്കെന്താ വരിക? ആദ്യം ഒന്ന് മണ്ണ് വാരിയിടണ്ടെന്ന് പറയും അല്ലേ? സമാധാനത്തിൽ. പിന്നെയും കുട്ടി മണ്ണ് വാരിയിട്ട് ഒന്നും കൂടി ഒച്ചത്തിൽ പറയും വാരിയിടണ്ടെന്ന് അല്ലേ? പിന്നെയും വാരിയിട്ട് എന്താ ചെയ്യുക? വാളെടുക്കും, നല്ലോണം അങ്ങോട്ട് കൊടുക്കും കുട്ടിക്ക് അല്ലേ? പിന്നെ ഒരിക്കലും കുട്ടിക്ക് മണ്ണ് വാരിയിടാൻ തോന്നില്ല. അങ്ങനത്തെ അവസ്ഥയിലേക്ക് നമ്മൾ ആ കുട്ടിയുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കും. അതന്നെ കാളി. എവിടെയാണോ അഴുക്കാക്കുന്നത് ആരാണോ അവിടെ അതിലേക്ക് അടക്കാൻ വേണ്ടിയിട്ട് കാളി ജനിക്കും. അതാണ് നമ്മുടെ ഉള്ളിൽ നിന്നൊക്കെ ചില സമയത്ത് നമുക്കിഷ്ടപ്പെടാത്തതൊക്കെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കൊരു കോപം വരും അല്ലേ? പിന്നെ അതൊക്കെ ഒന്ന് ശരിയായാൽ മാത്രമേ കോപം തണിയുന്നുള്ളൂ അല്ലേ? ചിലപ്പോൾ നമുക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഒരാഴ്ച വരയ്ക്ക് ആ ദേഷ്യം അങ്ങനെ ഉണ്ടാവും അല്ലേ? ഒരാഴ്ചയൊക്കെ നമ്മൾ ആ ദേഷ്യം ഉണ്ടാവും. ചിലപ്പോൾ ഒരു കൊല്ലമോ ദേഷ്യം മാറാൻ അല്ലേ? നമ്മളെ ദേഷ്യം പിടിപ്പിച്ചവരെ കാണുമ്പോഴൊക്കെ നമുക്ക് ദേഷ്യം വരും അല്ലേ? അപ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ചില സമയത്ത് കാളിയൊക്കെ വരും. അപ്പോൾ ഏത് കാളി ഭാവമാണെങ്കിലും ഒക്കെ ശ്രീത്വം ഉണ്ടായാൽ മതി അല്ലേ? വൈരാഗ്യ കാളിയാവരുത് അല്ലേ? വൈരാഗ്യത്തിലൂടെ ഉണ്ടാവുന്ന കാളിയാവരുത്. വിശേഷത്തെ വർദ്ധിപ്പിക്കാനായിട്ട് കാളി രൂപെടുത്തോളൂ, അത് ദോഷമില്ല
അഴുക്കുകളൊക്കെ കഴുകി കളയാനായിട്ട് നിങ്ങൾ കാലി ആയിക്കോളൂ, ദോഷമില്ല. പക്ഷേ ഉള്ളോടൊക്കെ അഴുക്കാക്കാൻ വേണ്ടിയിട്ട് കാലിയാവരുത് അല്ലേ? അങ്ങനെയുണ്ട് ചിലവർ. ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഒക്കെ വാരി വലിച്ചാണ്ട് എറിയും അല്ലേ? കയ്യിൽ കിട്ടുന്നതൊക്കെ എറിഞ്ഞ് പൊട്ടിക്കുക അല്ലേ? അടുത്ത് നിൽക്കുന്നവരൊക്കെ വേണ്ടാത്തതൊക്കെ വിളിക്കുക അല്ലേ? അങ്ങനെ ഒരു താണ്ഡവുണ്ട്. അങ്ങനെയുള്ള കാലി നമ്മുടെ ഉള്ളിൽ വരാറുണ്ടോ? ഇല്ല. നമ്മുടെ ഉള്ളിൽ അങ്ങനെ വരാറില്ലല്ലോ. ഉറപ്പല്ലേ? ഇതുവരെ വന്നിട്ടുമില്ല, ഇനി വരുമില്ല. ശരി, ഇതുവരെ വന്നിട്ടേ ഇല്ല അല്ലേ? ഇനി വരുമില്ല. ഇനി വന്നിട്ടുണ്ടെങ്കിൽ വിഷമിക്കണം, ഇനി വരാതിരുന്നാൽ മതി അല്ലേ? നമ്മളുടെയൊക്കെ ജീവിതത്തിൽ എവിടെയാണോ അഴുക്കായി കിടക്കുന്നത് അവിടെയൊക്കെ ആ അഴുക്കിനെ കഴുകി കളയാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് രൂപമെടുത്താലും അത് ധർമ്മമാണ്. അശുദ്ധത്തിനെ ശുദ്ധമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് വേഷവും ധരിക്കാം, അത് ദോഷമില്ല. എന്നാൽ ശുദ്ധത്തിനെ അശുദ്ധമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ധരിക്കുന്ന വേഷങ്ങളാണ് ശാപം. അശുദ്ധത്തിനെ ശുദ്ധമാക്കാൻ വേണ്ടി ധരിക്കുന്ന വേഷമാണ് പുണ്യം. അപ്പം നമ്മൾക്കൊക്കെ പുണ്യമാണ് വേണ്ടത്. ശുദ്ധാക്കുക, വൃത്തിയാക്കുക. എന്നാലല്ലേ നാലാൾ കാണുമ്പോൾ ഓ നല്ല വൃത്തിയുണ്ട് പറയുള്ളൂ അല്ലേ? അപ്പോൾ ആരാ വൃത്തിയാക്കിയേ? ഓ അനുഗ്രഹിക്കാം. വൃത്തിയാക്കിയ ആൾക്ക് അനുഗ്രഹമായി അല്ലേ? അപ്പോൾ അതാ നോക്കൂ, ഈ മണ്ഡപത്തിൻ്റെ മുന്നിൽ 2 ശില്പം കണ്ടില്ലേ? വരുന്നവരൊക്കെ ചോദിക്കണം അത് ആരാ ചെയ്തത്? നന്നായിട്ടുണ്ട്. അപ്പം ചെയ്ത ആൾക്ക് എന്തായി? അനുഗ്രഹമായി അല്ലേ? എന്നാൽ അത് കാണാനൊന്നും കോലമില്ലാത്തൊരു പോലെയാണെങ്കിൽ കാണുന്നവരൊക്കെ ഇതിപ്പോൾ ആരേ ചെയ്തത് അല്ലേ? അപ്പോൾ നമ്മൾ പറയും ശേഷേ അല്ലേ? അപ്പോൾ കർമ്മത്തിലൂടെ തന്നെയാണ് നമുക്കൊക്കെ മോക്ഷം കിട്ടുക. അപ്പം നമ്മളൊക്കെ നമ്മുടെ ചെയ്യണതായ പ്രവൃത്തികളൊക്കെ എപ്പോഴും പരിശുദ്ധമാക്കി ചെയ്യുക. അതിന് ഏത് വേഷം വേണമെങ്കിലും ധരിച്ചോളൂ. ഇപ്പോൾ കുട്ടി വികൃതി കാണിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ദേഷ്യമൊക്കെ വരും. അതൊന്നും ദോഷമുള്ള ദേഷ്യമല്ല, അതൊക്കെ നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള ദേഷ്യമാണ്. അപ്പോൾ കുട്ടി ഇങ്ങനെ അടുപ്പ് കത്തിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അടുപ്പ് ഇങ്ങനെ കത്തുമ്പോൾ കുട്ടി അടുക്കളയിൽ വന്നിട്ട് കൊള്ളി ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാലേ അമ്മ ചന്തയ്ക്കൊരു അടിയാണ്ട് കൊടുക്കും അല്ലേ? എന്തിനാ അവിടെ അടിച്ചത് വെച്ചാൽ തീയും കൊള്ളിയൊക്കെ പാണ്ട കുട്ടിയുടെ തലയിൽ കൂടെ കൊണ്ടു കഴിഞ്ഞാൽ ആർക്കാ പ്രാരാബ്ദം കൂടുക? കുട്ടിക്ക് വേദന അനുഭവിച്ചാൽ മതി, ബാക്കിയുള്ള ബുദ്ധിമുട്ടൊക്കെ അച്ഛനും അമ്മയ്ക്ക് തന്നെ അല്ലേ? അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്നൊക്കെ ചില ഭാഗപ്പുഴകളൊക്കെ സംഭവിക്കുമ്പോഴേ അതൊന്നൊക്കെ നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അമ്മ ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ വന്നിട്ട് നമ്മളെ ഒന്ന് ശിക്ഷിക്കും. അതൊന്നൊരു ശിക്ഷയായിട്ട് തോന്നണ്ട. ഒക്കെ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള അനുഭവമൊക്കെ നമുക്ക് വന്നിട്ടുള്ളത് എന്ന് മാത്രം ചിന്തിച്ചാൽ മതി അല്ലേ? തലയിൽ നമ്മൾ തല കുളിക്കുന്നില്ലെങ്കിലേ തലേന്നും കഴുകാതെയൊക്കെ ഒരു മാസമൊക്കെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലിങ്ങനെ മുടിയൊക്കെ ഇങ്ങനെ കട്ട പിടിച്ചിട്ട് പേനൊക്കെ വരാൻ തുടങ്ങും അല്ലേ? അപ്പോൾ നമ്മളിങ്ങനെ തല ചൊറിയും അല്ലേ? അപ്പോൾ നമ്മളെന്താ പറയുക? പേന് കടിച്ചിട്ട് വയ്യ അറിയും അല്ലേ? ഈ പേന് കടിച്ചിട്ട് വയ്യാന്ന് പറയുള്ളൂ നമ്മൾ. ആ പേന അവിടെ ഉണ്ടാവാൻ ആരാ കാരണം? പേനാണോ കാരണം? ആരാ കാരണം? പേനിനെയാണോ നമ്മൾ പറയേണ്ടത്? എന്താ പേന ഇവിടെ വന്നെന്നാണ് ചോദിക്കേണ്ടത്? അല്ല, പേനിന് എവിടെയും വരാം. അത് വരാതിരിക്കാൻ നമ്മളാണ് തല കഴുകി വൃത്തിയാക്കി വെക്കേണ്ടത്. അതുപോലെ അവനവൻ്റെ ജീവിതത്തിലേക്ക് ആപത്തുകളൊക്കെ വരാതിരിക്കാൻ അവനവൻ തന്നെ അതിനൊരുങ്ങിയിരിക്കണം. അതിനാണ് നമ്മളൊക്കെ ശക്തി സ്വരൂപമായിട്ടിരിക്കണം. എന്നിട്ട് മതി ബാക്കിയുള്ളതൊക്കെ. ശക്തിയുടെ സ്വരൂപങ്ങളാവണം നമ്മളൊക്കെ. അത്രമാത്രം ആത്മധൈര്യം നമുക്കുണ്ടാവണം ജീവിതത്തിൽ, ആത്മവിശ്വാസം ഉണ്ടാവണം ജീവിതത്തിൽ. ഇതാണ് ദുർഗ. അവനവൻ്റെ ആത്മധൈര്യവും ആത്മവിശ്വാസവും തന്നെയാണ് ദുർഗ. ദും ദുർഗായേ നമഃ, ദും ദുർഗായേ നമഃ. ഇതാണ് ധൈര്യം, ഇതാണ് വിശ്വാസം. ആ ആത്മവിശ്വാസവും ആത്മധൈര്യവും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഏത് മലയും നിഷ്പ്രയാസം നമുക്ക് കയറാൻ പറ്റും. ആ മലയുടെ മുകളിലിരിക്കുന്ന ഏതൊരവസ്ഥേനെയും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും. അപ്പം അതുപോലെ നമ്മളൊക്കെ നല്ല ആത്മധൈര്യമുള്ളവരായി തീരുക. ആത്മധൈര്യമുണ്ടെങ്കിൽ അസുരന്മാർക്ക് നമ്മളിൽ സ്ഥാനമില്ല. ആത്മധൈര്യമില്ലാത്ത അവസ്ഥ വരുമ്പോഴാണ് അസുരന്മാരൊക്കെ നമ്മളിൽ വസിക്കുന്നത്. ആത്മധൈര്യമുള്ളോടത്ത് ഏത് അസുരനും നമ്മളെ തേടി വരില്ല. അവിടെ നമ്മൾ ശ്രീരാമനായിരിക്കണം, രാവണനെ അതിജീവിക്കുന്ന രാമനായി തീരണം. ആത്മധൈര്യമുണ്ട്, ആത്മവിശ്വാസം. ഹനുമാനെ പോലെ വിശ്വാസം നമുക്കുണ്ടാവണം. എല്ലാം രാമൻ നോക്കിക്കോളും എന്നുള്ളതായ വിശ്വാസമാണ് ആത്മവിശ്വാസം. ആ ആത്മവിശ്വാസം നമുക്ക് വേണം.
അല്ലേ? ഏത് മലയും ചുമക്കാൻ നമ്മൾക്ക് സാധിക്കും. ആരോഗ്യം കൊണ്ടല്ല, ആത്മവിശ്വാസം കൊണ്ട്. ആരോഗ്യം കൊണ്ടൊന്നും എല്ലാ മലയും ചുമക്കാൻ പറ്റില്ല. പക്ഷേ ആത്മവിശ്വാസം കൊണ്ട് ഏത് മലയും ചുമക്കാം. എവിടെ വേണമെങ്കിലും എത്താനും പറ്റും. ഈ ആത്മവിശ്വാസമില്ലാത്ത അവസ്ഥ വരുമ്പോഴും ആത്മധൈര്യമില്ലാത്ത അവസ്ഥ വരുമ്പോഴൊക്കെയാണ് നമ്മളൊക്കെ ഈ വെയിലത്ത് വെച്ച് ഐസും കട്ട വിലയായി പോണത്. നമ്മൾ ഉരുകി തീരുക. നമ്മൾക്കും ഉപകാരമാവണില്ല, കൂടുള്ളവർക്ക് ഉപകാരമാവണില്ല. നമ്മളെ ഉരുകി ഇല്ലാണ്ടേക്കാണ്. അപ്പോൾ ഏതൊരു പ്രതിസന്ധികളെയും അതിജീവിക്കാൻ വേണ്ടതായ ആത്മധൈര്യം നമുക്ക് വേണം. ആരെന്ത് വേണമെങ്കിൽ പറഞ്ഞോട്ടെ, നമ്മൾ അതായി തീരുന്നില്ലല്ലോ. നമ്മൾ ചിന്തിക്കുന്നതാവുന്നു നമ്മൾ. അവനത് പറഞ്ഞു, അവളിത് പറഞ്ഞു, ആരെന്ത് വേണമെങ്കിൽ പറയട്ടെ, നമ്മൾ അതൊന്നും ആയി തീരരുത്. ഒരു കരിങ്കല്ല് അവിടെ കിടക്കുന്നുണ്ട്. ആ കരിങ്കല്ലിനെ നോക്കിയിട്ട് നമ്മൾ എന്ത് വിളിക്കുന്നുവോ ആ കല്ലതായി തീരുന്നുണ്ടോ? ഇല്ല, ആ കല്ല് കല്ലെന്നെയാണ്. ആ കല്ല് എന്നും കല്ലെന്നെ. ആ കല്ല് നമ്മൾ വിളിക്കുന്നതായി തീരുന്നില്ല. കല്ലിനെപ്പോഴും കല്ലിൻ്റെ ഭാവം തന്നെയാണ്. അതുപോലെ നമ്മളൊക്കെ കല്ലായി തീരണം. ആരെന്ത് വേണമെങ്കിൽ കളിച്ചോട്ടെ, നമുക്ക് നമ്മളുടേതായൊരു വഴിയുണ്ട്. ആ വഴി കൂടെ നമ്മൾ താളം തെറ്റാണ്ട് പോയാൽ മതി. ആ വഴി കൂടെ പോകുമ്പോൾ താളം തെറ്റരുത്. താളം തെറ്റുമ്പോഴാണ് നമ്മളൊക്കെ ദരിദ്രരായിട്ട് മാറുന്നത്. നമ്മളാ പോണ വഴി കൂടെ നല്ലോണം വേഗത്തിലങ്ങോട്ട് പോയാൽ കാര്യങ്ങളൊക്കെ നന്നായി നടക്കും, അല്ലേ? ഒരു വഴി കൂടെ നമ്മൾ നിത്യം നടക്കുകയാണെങ്കിലേ ആ നടക്കുന്നിടത്ത് കൂടെ ഒന്നും പിന്നെ പുല്ല് മുളയ്ക്കുന്നില്ല, പിന്നെ വഴി അടയുന്നില്ല. അതുപോലെ നമ്മുടെ ജീവിതത്തിലൊരു പാത നമ്മൾ കൈക്കൊണ്ട് കഴിഞ്ഞാൽ ആ പാതയിൽ നമ്മൾ സഞ്ചരിക്കണം. പിന്നെ അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ പലതും പറയും. അതൊന്നും കേട്ടിട്ട് നമ്മളതായി തീരരുത്. നമ്മുടെ മനസ്സിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ സംശയങ്ങളാണ്. ജീവിതം മുഴുവനും സംശയങ്ങളാണ്. 24 മണിക്കൂറും സംശയമാണ്. അങ്ങനെ സംശയിച്ചിട്ട് നമ്മൾ സംശയമായി തീരും അവസാനം. സംശയേ വേണ്ട. അവനവനുള്ള വിശ്വാസം തന്നെയാണ് ഈശ്വര വിശ്വാസം. ആ വിശ്വാസം അവനവനിൽ ഉറപ്പിക്കുക. അതിനനുസരിച്ച് ധൈര്യത്തോടു കൂടിയിട്ട് ഭാവിയിലേക്കുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നടത്തുക. ഭാവി എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു സമുദ്രം. നമുക്ക് അളക്കാൻ പറ്റില്ല നമ്മുടെ ഭാവി. അത്രയും വലിയൊരു സമുദ്രമാണ് നമ്മുടെ ഭാവി, അല്ലേ? നടന്നതൊക്കെ കുറച്ച് മാത്രം. ഇനി എന്തൊക്കെ നടക്കാനുണ്ട്. അപ്പോൾ എന്തൊക്കെ നടക്കുന്നുണ്ടോ അതൊക്കെ അനുഗ്രഹമായി തീരണം. അനുഗ്രഹമായി തീരുമ്പോൾ അതൊക്കെ നമുക്ക് സമാധാനത്തിന് കാരണമായി മാറും. അപ്പോൾ നമ്മളൊക്കെ എന്ത് ഭാവിയിൽ വരുന്നുണ്ടെങ്കിലും നല്ല ഉറച്ച വിശ്വാസത്തോട് കൂടിയിട്ട് ഉറച്ച ധൈര്യത്തോട് കൂടിയിട്ടും അതിനെയൊക്കെ നേരിടും. ആരുടെ മുന്നിലും അടിമയാവാനൊന്നുമല്ല നമ്മൾ അവതരിച്ചത്. നമ്മൾ അടിമയാവല്ല, ആരാധിക്കാനാണ് നമ്മൾ അവതരിച്ചത്. ആരാധിക്കുക. ഒരു പശുവിനെ കണ്ടാലും ആരാധിച്ചോളൂ, ഒരു പൂച്ചേനെ കണ്ടാലും ആരാധിച്ചോളൂ, ഒരു നായക്കുട്ടീനെ കണ്ടാലും ആരാധിച്ചോളൂ. മണ്ണാണോ കല്ലാണോ മലയാണോ ഒന്നും നോക്കണ്ട, മനസ്സൊരുക്കി പ്രാർത്ഥിച്ചോളൂ, അല്ലേ? ഇപ്പം നമ്മൾ മലയിലേക്ക് നോക്കി പ്രാർത്ഥിക്കുന്നില്ലേ? ശബരിമലയിലേക്ക് നോക്കി പ്രാർത്ഥിക്കുന്നു, പഴനി മലയിലേക്ക് നോക്കി പ്രാർത്ഥിക്കുന്നു, തിരുമലയിലേക്ക് നോക്കി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ മലയുടെ മുകളിലേക്കൊക്കെ നോക്കിയിട്ട് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. പക്ഷെ മനസ്സിലേക്ക് നോക്കി പ്രാർത്ഥിക്കാൻ സാധിക്കുന്നുണ്ടോ? അവിടെയാണ് യഥാർത്ഥ ഈശ്വരൻ, അല്ലേ? ശബരിമലയിലാണ് അയ്യപ്പൻ എന്ന് പറയേണ്ട. അവനവൻ്റെ മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ ശബരിമലയിൽ അയ്യപ്പനുള്ളൂ. അവനവൻ്റെ മനസ്സിൽ അയ്യപ്പനില്ലെങ്കിൽ പിന്നെ എന്ത് ശബരിമലയിൽ അയ്യപ്പൻ? അവനവൻ്റെ മനസ്സിലാണ് അയ്യപ്പൻ ജനിക്കുന്നത്. അവനവൻ തന്നെയാണ് ശിവനും വിഷ്ണുവും ഹരിഹരനും ഒക്കെ നമ്മൾ തന്നെ. ആ ഹരിക്കും ഹരനും ചേർന്ന് സംഗമിച്ചുണ്ടാവുന്നതായ ആ ചൈതന്യമല്ലേ അയ്യപ്പസ്വാമി. ഇപ്പം നമ്മുടെ ഉള്ളിലും ഒരു അയ്യപ്പസ്വാമി. ആ അയ്യപ്പസ്വാമിക്ക് നമ്മൾ എന്തെങ്കിലും അഭിഷേകം ചെയ്യലുണ്ടോ? ശബരിമലയിൽ നെയ്യഭിഷേകം ചെയ്യാൻ നമുക്ക് എന്തൊരു ഇഷ്ടമാണ്. പക്ഷെ അവരവൻ്റെ ഉള്ളിലൊന്ന് നെയ്യഭിഷേകം ചെയ്തുകൂടെ? പാലുണ്ടല്ലോ, അതൊക്കെ കലക്കിയിട്ട് ഇന്ന് വലിയ വെണ്ണ എടുത്ത് ഇന്ന് നെയ്യെടുത്തിട്ട് ഒന്ന് അഭിഷേകം ചെയ്തുകൂടെ? ജീവിതത്തിൽ അവനവനിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ളതായ സമയം നമ്മൾ കണ്ടെത്തുന്നുണ്ടെങ്കിൽ ഇതൊക്കെ നടക്കും. അപ്പോൾ നമ്മളൊക്കെ ജീവിതത്തിൽ നല്ല അനുഗ്രഹീതരായിട്ട് ജീവിക്കുമോ? ഭാവിയിൽ നമുക്കൊക്കെ ഏതൊരു വഴി കൂടെ നമ്മൾ പോവുകയാണെങ്കിലും വഴിയിൽ തടസ്സങ്ങളൊന്നുമില്ലാതെ നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അമ്മ നമ്മുടെ കൂടെ ഉണ്ടാവും. പക്ഷേ അവനവൻ ചെയ്യുന്ന കർമ്മങ്ങൾ അത്രയും അനുഗ്രഹമാവണം. അമ്മയെ അറിയിപ്പിച്ചുകൊണ്ടാവണം ആരും എന്തും ചെയ്യുന്നത്. ഓം ശരവണ ഭവ. അപ്പോൾ അമ്മ എന്ന് വിളിച്ചു. ആ വിളി ഉള്ളിലേക്ക് കേൾക്കുന്നുണ്ടോ?
അമ്മാന്ന് വിളിക്കുന്ന ഉള്ളിലേക്ക് കേൾക്കുന്നുണ്ടോ? ആ നാദം പുറത്തേക്കല്ല പോകണത്. സത്യത്തിൽ അമ്മാന്ന് വിളിക്കുമ്പോൾ ആ നാദത്തിൻ്റെ ആ ആ ആ ഫലം എവിടേക്കാണ് വരുന്നത്? മാന്ന് അല്ലേ? മാന്ന് നോക്കൂ, നമ്മുടെ ഉള്ളിലാണ് ആ ശക്തി വരുന്നത്. അമ്മ അമ്മ അമ്മ. ആ ഹൃദയം ഇങ്ങനെ പ്രകാശിക്കുന്നു അമ്മ എന്ന് വിളിക്കുമ്പോൾ. ആ മന്ത്രത്തിൻ്റെ മഹത്വം നോക്കൂ. നമ്മൾ അമ്മ എന്ന് വിളിക്കുമ്പോൾ നമ്മൾ പുറത്തുള്ള അമ്മേനെ നോക്കണത്, പക്ഷെ വലിയൊരമ്മ അകത്തുണ്ട്. വലിയമ്മ എവിടെയുള്ളത്? അകത്ത് അല്ലേ? ചെറിയമ്മ എവിടെയുള്ളത്? പുറത്തോ അകത്തോ? വലിയമ്മ അകത്തുണ്ട്, ചെറിയമ്മ അകത്തുണ്ട് അല്ലേ? എല്ലാ അമ്മായിമ്മ അകത്തുണ്ട് അല്ലേ? എല്ലാ അമ്മമാരും അകത്തുണ്ട്. പ്രസവിച്ച അമ്മയും അകത്തുണ്ട്. എല്ലാ അമ്മയും അകത്തുനിന്നാണ് ഉണ്ടാവുന്നത്. അപ്പം അങ്ങനെ എല്ലാ അമ്മേനെയും നമ്മൾ ഒരൊറ്റ നാമം കൊണ്ട് വിളിക്കുക. അമ്മ എന്ന് വിളിച്ചാൽ എല്ലാ അമ്മയ്ക്കും ആ വിളി കേൾക്കും. ഓം ശരവണ ഭവ.